അറിവിന്റെ പൊന്നോണം ഇത്തവണ CC ജനറൽ PSCയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി CC ആപ്പ് വരുന്നു. ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 8590202323. ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ ഫസ്റ്റത്തെ രണ്ട് മൊഡ്യൂളിലെ MCQ ഡിസ്കഷൻ ചെയ്തിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് വരുന്നത് കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം, കട്ടിംഗ് ടൂൾസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്ന ഫയലുകൾ, അതേമാതിരി ഹാക്സോ, ബ്ലേഡ്, ഫ്രെയിം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, അതേപോലെ ഓപ്പറേഷൻസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടിംഗ് ഓപ്പറേഷൻസ് നമുക്കറിയാം, ഡ്രില്ലിംഗ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കട്ടിംഗ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ഈ മൊഡ്യൂളിൽ നിന്ന് നമ്മൾക്ക് കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, which of the following is the commonly used file to finish inside of the teeth of gear wheels? അപ്പോൾ ഇതിൽ ഫയലിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഫയലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്കറിയാം, ഒരു സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഫയൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫയൽസ് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. വിച്ച് ടൈപ്പ് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ കോമൺലി യൂസ്ഡ് ഫയൽ ടു ഫിനിഷ് ഇൻസൈഡ് ദ ടീത്ത് ഓഫ് ഗിയർ വീൽസ്? നമ്മളുടെ ഗിയർ വീലുകളുടെ ടീത്തിന്റെ അകത്തെ ഭാഗം, ഇൻസൈഡ് ഭാഗം നമ്മൾ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഫയലാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസിൽ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് മിൽസോ ഫയലാണ്, ബി എന്ന് പറയുന്നത് റിഫ്ലർ ഫയലാണ്, സി എന്ന് പറയുന്നത് ക്രോസ് ഫയലാണ്, ഡി എന്ന് പറയുന്നത് ബാരറ്റ് ഫയലാണ്. അപ്പോൾ ഈ 4 ഫയലുകളുടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ആൻസർ ഏതാണ് വരിക? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ബാരറ്റ് ഫയലാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ബാരറ്റ് ഫയൽ എന്താണ്, ബാരറ്റ് ഫയൽ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ബാരറ്റ് ഫയൽ. അതായത് ഇതിൻ്റെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ കുറഞ്ഞു വന്നിട്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം എന്തായിരിക്കും, നമുക്ക് ടീത്തിലെ ഭാഗമായിരിക്കും, മറ്റേ ഭാഗത്തൊന്നും ടീത്ത് ഉണ്ടായിരിക്കില്ല. നമ്മൾ ഗിയറിൻ്റെ ഭാഗം, അതേമാതിരി ഡോട്ടൈൽ ആയിട്ടുള്ള ജോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ബാരറ്റ് ഫയൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ദീസ് ആർ ടാപ്പേഡ് ഇൻ വിഡ്ത്ത് ആൻഡ് തിക്നെസ്. വിഡ്ത്തിലും തിക്നെസ്സിലും ഇതെന്തായിരിക്കും, ഈ ഫയൽ എന്തായിരിക്കും, ടാപ്പേഡ് ആണ്. വിച്ച് അലോസ് ദം ടു ആക്സസ് സ്മാൾ സ്പേസസ്. ചെറിയ സ്പേസസിൽ കൂടെ ഒക്കെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, ഫയൽ ചെയ്ത് വരാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പൊ ഗിയറിന്റെ ടീത്ത്, ഇന്റേണൽ ഗിയർ ടീത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ലേ, വളരെ ചെറിയ ഏരിയ ആയിരിക്കും ഉണ്ടായിരിക്കുക, നാരോ ഏരിയസ് ആയിരിക്കും. അപ്പൊ ആ ഏരിയകളൊക്കെ നമുക്ക് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാരറ്റ് ഫയലാണ് ഉപയോഗിക്കാൻ പറ്റുക. ഓൺലി ദ ഫ്ലാറ്റ് സൈഡ് ഈസ് കട്ട് ആൻഡ് ദ അതർ സൈഡ്സ് ആർ ആൾ സേഫ് ഡൂയിങ് ഫ്ലാറ്റ് വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഭാഗത്ത് എന്തായിരിക്കും, കട്ടിങ് ടീത്തുകൾ ഉണ്ടായിരിക്കും അല്ലെ, കട്ടിങ് എഡ്ജ് ഉണ്ടായിരിക്കും, മറ്റേ ഭാഗം എന്തായിരിക്കും, സേഫ് എഡ്ജ് ആയിരിക്കും. ദെൻ ദേ ആർ യൂസ്ഡ് ഫോർ സ്പെഷ്യൽ യൂസ് ഓൺ ഡോട്ടൈൽ ഗൈഡ്സ് ഫിനിഷിംഗ് വർക്ക് ഓഫ് ഇന്റേണൽ ഗിയർ ടീത്ത്. ഇന്റേണൽ ഗിയർ ടീത്തിന്റെ ഫിനിഷിംഗ് വർക്കിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ ഒരു ടൈപ്പ് ഓഫ് ഫയൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അതന്നെയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്, ടു ഫിനിഷ് ഇൻസൈഡ് ദ ടീത്ത് ഓഫ് ഗിയർ വീൽസ് അല്ലെ. ഗിയർ വീൽസിനെ ഇൻസൈഡ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫയൽ എന്ന് പറഞ്ഞാൽ ബാരറ്റ് ഫയലാണ് ആൻസർ വരിക കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഫയൽ ഈസ് നോൺ ആസ് എ ഫിഷ് ബാക്ക് ഫയൽ? ഒരു പുതിയ പേരുണ്ട്, ഫിഷ് ബാക്ക് ഫയൽ. ഫിഷ് ബാക്ക് ഫയൽ എന്താണ് എന്നാണ് ചോദിച്ചത്. വിച്ച് ഫയൽ ഈസ് നോൺ ആസ് ഫിഷ് ബാക്ക് ഫയൽ? അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് റിഫ്ലർ ഫയൽ, ഓപ്ഷൻ ബി ക്രോസിംഗ് ഫയൽ, ഓപ്ഷൻ സി മിൽസോ ഫയൽ, ഓപ്ഷൻ ഡി തിങ്കേഴ്സ് ഫയൽ. അപ്പോൾ 4 ഫയലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ക്രോസിംഗ് ഫയലാണ്. ഈ ക്രോസിംഗ് ഫയലിനെ അല്ലെങ്കിൽ ക്രോസ് ഫയലിനെ പറയുന്ന മറ്റൊരു പേരാണ് ഫിഷ് ബാക്ക് ഫയൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ക്രോസിംഗ് ഫയലിന്റെ മറ്റൊരു പേരാണ് ഫിഷ് ബാക്ക് ഫയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം എന്താണ് ഫിഷ് ബാക്ക് ഫയൽ എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. ക്രോസിംഗ് ഫയൽ, ദിസ് ഫയൽ ഈസ് യൂസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് ഹാഫ് റൗണ്ട് ഫയൽ. ഹാഫ് റൗണ്ട് ഫയൽ പ്ലേസസിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഈച്ച് സൈഡ് ഓഫ് ദി ഫയൽ ഹാസ് ഡിഫറെന്റ് കർവ്സ്. അത് ഹാഫ് റൗണ്ട് ആണ്. ഇപ്പൊ ഈ ഫയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ ഫയലിന്റെ ഒരു വ്യൂവും കൊടുത്തിട്ടുണ്ട് അല്ലെ, എൻഡ് വ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഈ 2 ഭാഗത്തോട്ടുള്ള കർവുകളും ഡിഫറെന്റ് ആണ് എന്നാണ് പറയുന്നത്. ഒരേപോലെ സിമിലർ ആയിട്ട് ഐഡന്റിക്കലി ഐഡന്റിക്കൽ അല്ല, ഡിഫറെന്റ് ആയിട്ടാണ് ഫയൽ കൊടുത്തിട്ടുള്ളത്. ഈച്ച് സൈഡ് ഓഫ് ദി ഫയൽ ഹാസ് ഡിഫറെന്റ് കർവ്സ് ആൻഡ് ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഫിഷ് ബാക്ക് ഫയൽ. അപ്പോൾ ഫിഷ് ബാക്ക് ഫയൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് ആക്ച്വലി ഇതൊരു ഹാഫ് റൗണ്ട് ഫയൽ തന്നെയാണ്, പക്ഷെ ഒരു ഭാഗം ഫ്ലാറ്റ് അല്ല. നോർമലി നമ്മൾ ഹാഫ് റൗണ്ട് ഫയലിനെ എങ്ങനെ പറയല്, ഒരു ഭാഗം ഫ്ലാറ്റും ഒരു ഭാഗം ഹാഫ് റൗണ്ടും ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഹാഫ് റൗണ്ട് ഫയൽ. ഹാഫ് റൗണ്ട് ഫയലിന്റെ മറ്റൊരു രൂപമാണ്, താഴ്ഭാഗം എന്തായിരിക്കും, ഹാഫ് റൗണ്ട് തന്നെ ആയിരിക്കും, പക്ഷേ ഇതൊരിക്കലും എന്താവില്ല, ഐഡന്റിക്കൽ ആവില്ല, ഡിഫറെന്റ് ആയിട്ടുള്ള കർവുകളായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഫിഷ് ബാക്ക് ഫയൽ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ്
ഈ ഒരു ഫിറ്ററിന്റെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾ സിലബസിനെ ബേസ് ചെയ്തിട്ട് കൃത്യമായിട്ട് പഠിക്കുക. അതിന്റെ ഓരോ മൊഡ്യൂളും നോക്കിയിട്ട് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണോ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അനാലിസിസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഫിറ്ററിന്റെ പുതിയ ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നമുക്ക് കോഴ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മൊഡ്യൂളിന്റെയും ഫുള്ളി റെക്കോർഡർ ആയിട്ടുള്ള വീഡിയോ കണ്ടന്റ്സ് കാര്യങ്ങളുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ PDF നോട്ട്സ് ഉണ്ടായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതേപോലെ നമ്മുടെ MCQ ഡിസ്കഷൻ ക്ലാസ്സസും കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ഇന്ന് തന്നെ കൃത്യമായിട്ട് നല്ല സിലബസിൽ കൃത്യമായ ഒരു സിലബസോട് കൂടിയിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പം നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. A hacksaw blade of 300 millimeter length and 375 teeth. What is the classification and type of saw set of the blade? അതായത് ഒരു ഹാക്സോ ബ്ലേഡിന് ലെങ്ത് എന്ന് പറയുന്നത് 300 മില്ലിമീറ്റർ ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ 300 മില്ലിമീറ്റർ ആണ്. അതിൽ എത്ര ടീത്ത് ഉണ്ട്? 375 ടീത്ത് ഉണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് ക്ലാസിഫിക്കേഷനിലാണ് ഈ ഫയൽ വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കുറച്ച് കാര്യം ഇതിന് മുന്നേ അറിഞ്ഞിരിക്കണം. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ആണെന്ന് പറയാം. പക്ഷേ സിമ്പിൾ കാൽക്കുലേഷൻ ആയാലും നമുക്ക് കിട്ടുന്ന വാല്യൂ വെച്ചിട്ട് നമ്മൾ ഒരു ആൻസർ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടേബിൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫൈൻ വേവ് സെറ്റ് ആണ് വരുന്നത്. ഓപ്ഷൻ ബി വരുന്നത് മീഡിയം വേവ് സെറ്റ് ആണ് വരുന്നത്. ഓപ്ഷൻ സി വരുന്നത് മീഡിയം സ്ട്രാഗേഡ് സെറ്റ് ആണ് വരുന്നത്. ഓപ്ഷൻ ഡി വരുന്നത് ഫൈൻ സ്ട്രാഗേഡ് സെറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളിത് വേവ് സ്ട്രാഗേഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ? വേവ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. നമുക്കിവിടെ വേവ് ആയിട്ടുള്ളൊരു സെറ്റ് ഉണ്ട്. അതേപോലെ തന്നെ സ്ട്രാഗേഡ് സെറ്റും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫൈനും ഉണ്ട്, മീഡിയം ഉണ്ട്. അപ്പോൾ ഇത് ഏത് ക്ലാസിഫിക്കേഷനിലാണ് ഈ ഫയൽ വരിക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. അതിന് മുന്നേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടേബിൾ നമ്മളൊന്ന് പഠിച്ചിരിക്കണം. ഫസ്റ്റ് കണ്ട് പിച്ചാണ്. പിച്ച് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിച്ച് 1.8 മില്ലിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ കോഴ്സ്, 1.4 മില്ലിമീറ്റർ മുതൽ 1 മില്ലിമീറ്റർ വരെയാണെന്നുണ്ടെങ്കിൽ മീഡിയം, അതേപോലെ തന്നെ 0.8 മില്ലിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഫൈന് പിച്ചിന്റെ കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ 0.8 ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ഏതാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. വേവ് സെറ്റ്. 1 മില്ലിമീറ്റർ ആണെങ്കിൽ വേവ് സെറ്റ് ഓർ സ്ട്രാഗേഡ് സെറ്റ്, അല്ലെങ്കിൽ ഓവർ 1 മില്ലിമീറ്ററിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്ട്രാഗേഡ് സെറ്റ്. അപ്പോൾ ഈ ഒരു സെറ്റ് നമ്മൾ പഠിച്ചിരിക്കണം. ഇനി നമുക്ക് ആ പ്രോബ്ലം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്, നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 300 mm ടീത്ത് ആണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ 300 mm ലെങ്ത്തിൽ 300 mm ലെങ്ത്തിൽ 375 ടീത്ത് ആണ് പറഞ്ഞത്. അപ്പോൾ 300/375 ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം 0.8 കിട്ടും ആൻസർ. നമുക്ക് 0.8 ആണ് ആൻസർ കിട്ടുക. ഈ 0.8 വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് എങ്ങനെ എടുക്കാം? 0.8 വരുന്ന ഏതിലാണ് നോക്കുക? 0.8 ഇവിടെ വരുന്നത് വേവ് സെറ്റിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ 0.8 വരുന്നത് ഫൈനിലാണ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ടീത്ത് ഏതായിരിക്കും? ഫൈൻ വേവ് സെറ്റ് ആയിരിക്കും വരിക. അതാണ് ആൻസറിൽ വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ, ഫൈൻ വേവ് സെറ്റ്. അപ്പോൾ നമുക്കത് എന്താണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മാത്രം തന്നെ ഉള്ളൂ ഫൈൻ എങ്ങനെ വരും, മീഡിയം എങ്ങനെ വരും, അല്ലെങ്കിൽ വേവ് സെറ്റ് എങ്ങനെ വരും, സ്ട്രാഗേഡ് സെറ്റ് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരുന്നാലാണ് നമുക്കത് ചെയ്യാൻ കഴിയുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് നമ്മൾ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് സ്ക്രാപ്പർ ഈസ് യൂസ്ഡ് ടു സ്ക്രാപ്പ് സ്മാൾ ഡയമീറ്റർ ഹോൾസ് ആൻഡ് ഡീബറിംഗ് എഡ്ജ് ഓഫ് ഹോൾസ്? ഏത് സ്ക്രാപ്പറാണ് അല്ലെ സ്മാൾ ഡയമീറ്റർ ഹോൾസ് സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എഡ്ജിൽ ഒരു ഹോൾസിന്റെ എഡ്ജിൽ ഡീബർ ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ സ്ക്രാപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ഫ്ലാറ്റ് സ്ക്രാപ്പർ, ഓപ്ഷൻ ബി ട്രയാങ്കുലർ സ്ക്രാപ്പർ, ഓപ്ഷൻ സി ഹുക്ക് സ്ക്രാപ്പർ, ഓപ്ഷൻ ഡി ബുള്ളോ സ്ക്രാപ്പർ. ഇപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ക്രാപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ സ്ക്രാപ്പേഴ്സ് എന്താണെന്നില്ല അറിഞ്ഞിരിക്കണം. ഓരോ സ്ക്രാപ്പറിനും ഫംഗ്ഷൻസ് ഉണ്ട്, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതിലുണ്ട്, ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷൻസും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ട്രയാങ്കുലർ സ്ക്രാപ്പർ ആണ് ആൻസർ വരിക കേട്ടോ. ട്രയാങ്കുലർ സ്ക്രാപ്പർ ആണ് ആൻസർ വരിക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ട്രയാങ്കുലർ സ്ക്രാപ്പർ ആൻസർ വന്നതിൽ നോക്കാം. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ക്രാപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ സ്ക്രാപ്പേഴ്സിനെ കുറിച്ച് പറയാം. അപ്പോൾ ഫസ്റ്റ് വണ് ഫ്ലാറ്റ് സ്ക്രാപ്പർ വിത്ത് റെക്ടാങ്കുലർ ബ്ലേഡ്സ് അല്ലെ, സ്ക്രാപ്പർ വിത്ത് റെക്ടാങ്കുലർ ബ്ലേഡ്സ്. അപ്പോൾ അതിന്റെ യൂസ് പറയുന്നുണ്ട്, യൂസ്ഡ് ഫോർ സ്ക്രാപ്പിംഗ് ലാർജ് ഫ്ലാറ്റ് സർഫസസ്.
ലാർജ് ആയിട്ടുള്ള ഫ്ലാറ്റ് സർഫസസ് സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഫ്ലാറ്റ് സ്ക്രാപ്പേഴ്സ് ഉപയോഗിക്കുന്നത്. ദെൻ രണ്ടാമത്തെ ഹുക്ക് സ്ക്രാപ്പേഴ്സ് വിത്ത് റെക്ടാംഗുലർ ബ്ലേഡ്സ്. ഹുക്ക് സ്ക്രാപ്പേഴ്സ് വിത്ത് റെക്ടാംഗുലർ ബ്ലേഡ്സ് എന്തിനാണ്? യൂസ്ഡ് ഫോർ സ്ക്രാപ്പിംഗ് ദ സെന്റർ പോർഷൻ ഓഫ് ലാർജ് ഫ്ലാറ്റ് സർഫസ് where it is not convenient to use flat scraper. ഫ്ലാറ്റ് സ്ക്രാപ്പർ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെന്റർ പോർഷൻ ഓഫ് ലാർജ് ഫ്ലാറ്റ് സർഫസ്. ലാർജ് ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിന്റെ സെന്റർ പോർഷൻ സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹുക്ക് സ്ക്രാപ്പർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഹാഫ് റൗണ്ട് സ്ക്രാപ്പർ. ഹാഫ് റൗണ്ട് സ്ക്രാപ്പർ എന്തിനു വേണ്ടിയിട്ടാണ്? കർവ്ഡ് സർഫസ്, കർവ്ഡ് ആയിട്ടുള്ള സർഫസ് സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഫ് റൗണ്ട് സ്ക്രാപ്പർ ഉപയോഗിക്കുന്നത്. 3 സ്ക്വയർ ഓർ ട്രയാങ്കുലർ സ്ക്രാപ്പർ. ഇപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ ആൻസർ ആയിട്ട് പറഞ്ഞത് അല്ലേ, 3 സ്ക്വയർ അല്ലെങ്കിൽ ട്രയാങ്കുലർ സ്ക്രാപ്പർ ആണ്. നോക്കാം. യൂസ്ഡ് ഫോർ സ്ക്രാപ്പിംഗ് സ്മാൾ ഡയമീറ്റർ ഹോൾസ് ആൻഡ് ഡീബറിംഗ് എഡ്ജ് ഓഫ് അക്യുറേറ്റ് ഹോൾസ്. ഇറ്റ് ഹാസ് എ പോയിന്റ് കട്ടിംഗ് എഡ്ജ്. അപ്പൊ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. എന്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് അല്ലേ? സ്മാൾ ഡയമീറ്റർ ഹോൾസ് അല്ലെങ്കിൽ ഡീബറിംഗ് എഡ്ജ് ഓഫ് ദി ഹോൾസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ക്രാപ്പർ ഏതാണെന്ന് ചോദിച്ചിരുന്നത്. ആൻസർ വരുന്നത് ട്രയാങ്കുലർ സ്ക്രാപ്പർ അല്ലെങ്കിൽ 3 സ്ക്വയർ സ്ക്രാപ്പർ എന്നുള്ള ആൻസർ ഉണ്ടെങ്കിലും അതും കറക്റ്റ് ആണ്, മറ്റൊരു പേരാണ് കേട്ടോ. ദെൻ ലാസ്റ്റ് ബുൾനോസ് സ്ക്രാപ്പർ ആണ്. ബുൾനോസ് സ്ക്രാപ്പർ ഉപയോഗിക്കുന്നത് യൂസ്ഡ് ഫോർ സ്ക്രാപ്പിംഗ് ലാർജ് ബിയറിംഗ്സ്. ഇറ്റ് ക്യാൻ ബി as in 2 ways, either circumferential movement or longitudinal movement. അപ്പോൾ ബിയറിംഗ്സ് സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ബുൾനോസ് സ്ക്രാപ്പർ ആണെന്ന് ഓർത്തിരിക്കുക. ഹാഫ് റൗണ്ട് കർവ്ഡ് സർഫസ് സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹാഫ് റൗണ്ട് സ്ക്രാപ്പർ ആണെന്ന് ഓർത്തിരിക്കുക. ഫ്ലാറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലാറ്റ് സ്ക്രാപ്പേഴ്സ് ഉപയോഗിക്കുന്നു. ക്ലിയർ ആണല്ലോ സ്ക്രാപ്പേഴ്സ്? അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്താ ചോദിച്ചാൽ യൂസ് ടു സ്ക്രാപ്പ് സ്മാൾ ഡയമീറ്റർ ഹോൾസ് ആൻഡ് ഡീബറിംഗ് എഡ്ജ് ഓഫ് ഹോൾസ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ സ്ക്രാപ്പർ ആണ് ആൻസർ വരും. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേർ വിൽ യു കോൺസെൻട്രേറ്റ് വൈൽ ചിപ്പിംഗ്? നമ്മൾ ചിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിസൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചിപ്പ് ചെയ്ത് കളയുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മൾ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ഹാൻഡ് ഹോൾഡിംഗ്, ഓപ്ഷൻ ബി കട്ടിംഗ് എഡ്ജ് ഓഫ് ദി ചിസൽ, ഓപ്ഷൻ സി ഹെഡ് ഓഫ് ചിസൽ, ഓപ്ഷൻ ഡി ഹെഡ് ഓഫ് ദി ഹാമർ. അപ്പൊ നമ്മൾ ഒരു ഹാമർ ഉപയോഗിച്ചില്ലേ, ചിസൽ ഉപയോഗിച്ചിട്ട് ഹാമർ ഉപയോഗിച്ചിട്ട് സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ചിസൽ ചെയ്ത് കളയുന്ന സമയത്ത് കയ്യിൽ പിടിക്കുന്ന സ്ഥലത്താണോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ആ ചിസലിന്റെ കട്ടിംഗ് എഡ്ജിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ചിസലിന്റെ ഹെഡിൽ നമ്മൾ ഹാമർ കൊണ്ട് സ്ട്രൈക്ക് ചെയ്യുന്ന സ്ഥലത്താണോ അല്ലെങ്കിൽ ഹാമറിന്റെ സ്ട്രൈക്ക് ഹെഡിലാണോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ട്. എവിടെ ആയിരിക്കും കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? കട്ടിംഗ് എഡ്ജ് ഓഫ് ദി ചിസൽ അല്ലേ. ചിസൽ കട്ട് ചെയ്യുന്ന ആ എഡ്ജ് ഉണ്ടായിരിക്കും, ചിസൽ ചെയ്ത് കളയുന്ന എഡ്ജ് ഉണ്ടായിരിക്കും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ? മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ. റേഡിയൽ ഡ്രില്ലിംഗ് മെഷീന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻസ്: ഹെവി വർക്ക് പീസസ് ക്യാൻ ബി മെഷീൻഡ് ഇൻ എനി പൊസിഷൻ വിത്തൗട്ട് മൂവിംഗ് ദം. ഓപ്ഷൻ ബി ഇറ്റ് ഈസ് അക്യുറേറ്റ്, എക്കണോമിക്കൽ, പോർട്ടബിൾ ആൻഡ് ലീസ്റ്റ് ടൈം കൺസ്യൂമിംഗ് വൈൽ മെഷീനിങ്. Option C, it is very compactable and handy for machining. Option D, small workpieces can be machined and it can be used for mass production as well. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സെന്റൻസ് പോലെ തന്നെയാണ് ഇതിൽ അഡ്വാൻറ്റേജ്, അത് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീന്റെ അഡ്വാൻറ്റേജ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ജസ്റ്റ് നോക്കാം. ഹെവി വർക്ക് പീസസ് ക്യാൻ ബി മെഷീൻഡ് ഇൻ എനി പൊസിഷൻ വിത്തൗട്ട് മൂവിംഗ് ദം. അതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഹെവി വർക്ക് പീസസ് ക്യാൻ ബി മെഷീൻഡ് ഇൻ എനി പൊസിഷൻ വിത്തൗട്ട് മൂവിംഗ് ദം. അപ്പോൾ നമുക്ക് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീന്റെ അഡ്വാൻറ്റേജ് വേറെ എന്തെല്ലാം കാര്യങ്ങൾ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡ്രിൽ ഹെഡ് ക്യാൻ ബി മൂവ്ഡ് അപ്പ് ആൻഡ് ഡൗൺ. ഡ്രില്ലിന്റെ ഹെഡ് അപ്പും ഡൗണും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഡ്രിൽ ഹെഡ് ക്യാൻ ബി മൂവ്ഡ് എലോങ് ദി റേഡിയൽ ആം. റേഡിയൽ ആമിന് എലോങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻസ് ആർ യൂസ്ഡ് ഫോർ ഹെവി ജോബ് വിച്ച് കനോട്ട് മൂവ് റൗണ്ട് ഈസിലി. ഹെവി ഡ്രില്ലിംഗ് മെഷീൻസ് ആർ യൂസ്ഡ് ഫോർ ഹെവി ജോബ് വിച്ച് കനോട്ട് മൂവ് റൗണ്ട് ഈസിലി. നാലാമത്തെ വരുന്നത് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻസ് യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് നമ്പർ ഓഫ് ഹോൾസ് ഇൻ ദ ജോബ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് പറയുന്നത് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ ഈസ് പവർഫുൾ മെഷീൻ യൂസിങ് ഫോർ ഡ്രില്ലിംഗ് ലാർജ് ഡയമീറ്റർ ഹോൾസ്. അപ്പോൾ കുറേ അധികം പറഞ്ഞിട്ടുണ്ട് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീന്റെ അഡ്വാൻറ്റേജ്. അതിലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് നെക്സ്റ്റ് നേരത്തെ നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. ക്ലിയർ ആണല്ലോ? ദെൻ നമുക്ക് നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലോ ഹെലിക്സ് ആംഗിൾ ഡ്രിൽസ് ആർ യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് ഹോൾസ് ഇൻ. ലോ ഹെലിക്സ് ആംഗിൾ ഉള്ള ഡ്രിൽസ് നമ്മൾ എന്തിൽ ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതാണ്? ഓപ്ഷൻ കാർബൺ സ്റ്റീൽ,
കാസ്റ്റ് സ്റ്റീൽ, കോപ്പർ, പ്ലാസ്റ്റിക്സ്. അപ്പോൾ ഇതിൽ നമുക്ക് ഹെലിക്സ് ആംഗിളിനെ കുറിച്ച് അറിയണം. എന്താണ് ഹെലിക്സ് ആംഗിൾ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഹെലിക്സ് ആംഗിൾ എന്നുള്ളത് അറിയണം. ഇനി അതേപോലെ തന്നെ നമുക്ക് ലോ ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഹൈ ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നതും എത്ര ഡിഗ്രീന്റെ അളവിലാണ് വരുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ലോ ഹെലിക്സ് ആംഗിൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഭാഗങ്ങളിൽ ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ലോ ഹെലിക്സ് ആംഗിൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ലോ ഹെലിക്സ് ആംഗിൾ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക്കിൽ ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ജസ്റ്റ് ഹെലിക്സ് ആംഗിൾ എന്താ എന്നുള്ളത് അറിയാം അല്ലെ. ആംഗിൾ ഫോംഡ് ബൈ ദി ലീഡിംഗ് എഡ്ജ് ഓഫ് ദി ലാൻഡ് വിത്ത് എ പ്ലെയിൻ ഹാവിംഗ് ദി ആക്സിസ് ഓഫ് ദി ഡ്രില്ലിന്റെ ആക്സിസും അതേമാതിരി തന്നെ ലീഡിംഗ് എഡ്ജും തമ്മിലുള്ള ഒരു ആംഗിളിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത്. യൂഷ്വലി ഇറ്റ്സ് വാല്യൂ ഇസ് 30. അതിന്റെ നോർമൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ് അല്ലെ. ഇനി ഹൈ ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത് അങ്ങോട്ട് പഠിച്ചു വെക്കുക, 35 ഡിഗ്രി ടു 45 ഡിഗ്രിയാണ് നമ്മുടെ ഹൈ ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത് കേട്ടോ. 35 ഡിഗ്രി ടു 45 ഡിഗ്രിയാണ് നമ്മളുടെ ഹൈ ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് നോക്കാം ലോ ഹെലിക്സ് ആംഗിൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞു മെറ്റീരിയൽസ് ലൈക്ക് പ്ലാസ്റ്റിക്സ് അല്ലെ. പ്രൈമർലി ടു ഡ്രിൽ ബ്രാസ് ആൻഡ് തിൻ മെറ്റീരിയൽ ലൈക്ക് പ്ലാസ്റ്റിക്. അപ്പോൾ നമുക്ക് ലോ ഹെലിക്സ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്ന് പ്ലാസ്റ്റിക്സ് ഡ്രിൽ ചെയ്യാൻ, ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് പറയാം, ബ്രാസിൽ ഡ്രിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ലോ ഹെലിക്സ് ആംഗിൾ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഹൈ ഹെലിക്സ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ, ഹൈ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഹൈ ഹെലിക്സ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ വരുന്നുണ്ട് നോക്കാം. ഹൈ ഹെലിക്സ് ആംഗിൾ വരുന്നുണ്ട് അലുമിനിയം, കോപ്പർ, ഡൈകാസ്റ്റ് മെറ്റീരിയൽ. അലുമിനിയം, കോപ്പർ, ഡൈകാസ്റ്റ് മെറ്റീരിയൽ, ഇത്രയും ഭാഗങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഹെലിക്സ് ആംഗിളിലാണ് ഡ്രിൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഡ്രിൽ ബിറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിസ്റ്റൻസ് എ ഡ്രിൽ അഡ്വാൻസസ് ഇൻ ദ ജോബ് ഇൻ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ ഇസ് നോൺ ആസ്. ഓപ്ഷൻ എ RPM, ഓപ്ഷൻ ബി കട്ടിംഗ് സ്പീഡ്, ഓപ്ഷൻ സി ഫീഡ്, ഓപ്ഷൻ ഡി മെഷീൻ സ്പീഡ്. അത് ഒരു ഡ്രില്ല് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കഴിയുന്ന സമയത്ത് ഡ്രില്ല് അഡ്വാൻസ് ചെയ്യുന്ന ഡിസ്റ്റൻസിന് അല്ലെ, ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ഇങ്ങനെ റൊട്ടേഷൻ കഴിയുന്ന സമയത്ത് ഡ്രില്ല് എത്രത്തോളം അഡ്വാൻസ് ചെയ്തിട്ട് നീങ്ങുന്നോ ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേരെന്താണെന്നാണ്. ഇത് നമ്മൾ പല സ്ഥലങ്ങളിലും പഠിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് നമുക്കിത് കിട്ടുക. എന്താണ് ആൻസർ വരിക, ഫീഡാണ്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കട്ടിംഗ് സ്പീഡ്, കട്ടിംഗ് ഫീഡ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. RPM, ഡെപ്ത് ഓഫ് കട്ടൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്, പലതിലും പഠിക്കുന്നുണ്ട്, ലെയ്ത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതേ സംഭവം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ നീങ്ങുന്ന സമയത്ത് ഡ്രിൽ അഡ്വാൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കട്ടിംഗ് ആൻഡ് ഫീഡ് എന്നുള്ളത് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ഫീലർ ഗേജ്? ഇൻകറക്റ്റ് അബൌട്ട് ഫീലർ ഗേജ്. ഫീലർ ഗേജിന് ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇൻകറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഫീലർ ഗേജിനെ ബാധിക്കാത്ത കാര്യങ്ങൾ. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. എ ഫീലർ ഗേജ് ഹാസ് എ നമ്പർ ഓഫ് ബ്ലേഡ്സ് ഓഫ് ഈക്വൽ തിക്നെസ്. ഫീലർ ഗേജിൽ കുറെ ബ്ലേഡുകൾ ഉണ്ടാവും വിത്ത് ഈക്വൽ തിക്നെസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ രണ്ടാമത്തെ നോക്കാം. ബ്ലേഡ്സ് ആർ ഹിഞ്ച്ഡ് ഇൻ എ ഷീത്ത്. ബ്ലേഡ്സ് അവിടെ ഓൾറെഡി ഹിഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, എൻഡിൽ ഹിഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈച്ച് തിൻ ബ്ലേഡ് ഈസ് ഇന്റർലീവ്ഡ് വിത്ത് 2 തിക്ക് ബ്ലേഡ്സ്. 2 തിക്ക് ബ്ലേഡ്സിന്റെ ഇടയിലായിരിക്കും ഒരു തിൻ ബ്ലേഡ് ഉള്ള രീതിയിലായി വെച്ചാൽ, അതായത് ഒരു തിൻ ബ്ലേഡ് എന്നുള്ള രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഫീലർ ഗേജ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ചെക്ക് സ്പാർക്ക് പ്ലഗ് ഗ്യാപ്സ്. സ്പാർക്ക് പ്ലഗ് ഗ്യാപ്പുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീലർ ഗേജ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ശരിയാണ്, ഓപ്ഷൻ സി ശരിയാണ്, ഓപ്ഷൻ ബിയും ശരിയാണ് അല്ലേ. അപ്പോൾ തെറ്റായ ഉത്തരം ഇതാണ്, ഇൻകറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ തെറ്റാണ്. ദ ഫീലർ ഗേജസ് നമ്പർ ഓഫ് ഈക്വൽ തിക്നെസ് അല്ല, ഡിഫറെന്റ് തിക്നെസ് ആയിരിക്കും അല്ലെ. ഒരു തിന്നും തിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള തിക്നെസ് ആണ് നമുക്ക് വരിക. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് എ ആണ് കേട്ടോ. ഈക്വൽ തിക്നെസ് അല്ല, ഡിഫറെന്റ് തിക്നെസ് ആണ് വരിക കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഇൻകറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഫീലർ ഗേജ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഓരോ ഗേജസിന്റെ ഓരോരോ ഷീറ്റുകളുണ്ടായിരിക്കും. ആ ഷീറ്റിൽ ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ അളവുകൾ അതുമ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് ഓരോ കട്ടിയുള്ള ഷീറ്റുകളായിരിക്കും അല്ലെ, തിന്നായിട്ടുള്ള ഷീറ്റുകളായിരിക്കും ഫീലർ ഗേജ് ഉണ്ടായിരിക്കുന്നത്. ഫീലർ ഗേജ് ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഗ്രൈൻഡിങ് വീൽ ഈസ് സ്പെസിഫൈഡ് ബൈ C70, G7, R23. ഒരു ഗ്രൈൻഡിങ് വീലിന്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്, C70, G7, R23. ഹിയർ C സ്റ്റാൻഡ്സ് ഫോർ. ഇതിലെ C എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. ഓപ്ഷൻ അലുമിനിയം ഓക്സൈഡ്, ഓപ്ഷൻ ബി ക്യൂബിക് ബോറോൺ നൈട്രൈഡ്, ഓപ്ഷൻ സി ഡയമണ്ട്, ഓപ്ഷൻ ഡി സിലിക്കൺ കാർബൈഡ്.
അപ്പൊ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലെ ഇപ്പൊ ഇതൊരു ഗ്രേഡ് എഴുതിയിരിക്കുകയാണ് അല്ലെ, നമ്മൾ ഒരു ഗ്രൈൻഡിങ് വീലിന്റെ ഗ്രേഡ് ആണ് എഴുതിയിരിക്കുന്നത്. C70 G7 R23. ഇതിലെ C എന്തിനെ സൂചിപ്പിക്കുന്നു? അടുത്ത ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് G എന്തിനെ സൂചിപ്പിക്കുന്നു ചോദിക്കാം. അപ്പൊ C എന്താണ്, G എന്താണ്, ഈ ഗ്രേഡുകൾ എന്താണ്, R എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ഒരു ഗ്രേഡ് നോക്കാം, ഏതെങ്കിലും ഒരു ഗ്രേഡ് നോക്കിയിട്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇതിൽ ആൻസർ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ കാർബൈഡ് ആണ്. എങ്ങനെ സിലിക്കൺ കാർബൈഡ് വന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ടിൽ നമുക്ക് അബ്രസീവ് മെറ്റീരിയൽ ഫസ്റ്റ് ഇപ്പൊ ഒരു കോഡാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു ഗ്രേഡ് C, ഇവിടെ 30 ഉണ്ട്, L ഉണ്ട്, 5 ഉണ്ട്, V ഉണ്ട്. അവിടുത്തെ കുറച്ച് വാല്യൂസ് ഇനി ഉണ്ട്, നമ്മൾ ഇത്ര എഴുതുന്നുള്ളൂ. C30 L5 V അല്ലേ, അതാണ് നമ്മൾ കൊടുത്തില്ല. L5 V ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ C എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചു, C തന്നെയാണ് നമ്മൾ നേരത്തെ ചോദിച്ചത്. ഇത് അബ്രസീവ് മെറ്റീരിയൽസ് ആണ്. A സ്റ്റാൻഡ്സ് ഫോർ അലുമിനിയം ഓക്സൈഡ്, C സ്റ്റാൻഡ്സ് ഫോർ സിലിക്കൺ കാർബൈഡ്, CBN സ്റ്റാൻഡ്സ് ഫോർ ക്യൂബിക് ബോറോൺ നൈട്രൈഡ്, D സ്റ്റാൻഡ്സ് ഫോർ ഡയമണ്ട്. ഇപ്പൊ D ഡയമണ്ട് ആണെന്നുള്ളതും CBN എന്ന് പറയുന്നത് ക്യൂബിക് ബോറോൺ നൈട്രൈഡ് ആണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. A അലുമിനിയം ഓക്സൈഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. C ഫോർ സിലിക്കൺ കാർബൈഡ് ആണ് കേട്ടോ. കാർബൈഡിന്റെ C ആണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത് ഓർത്ത് വരിക. അപ്പൊ C ഫോർ സിലിക്കൺ അബ്രസീവ് മെറ്റീരിയൽ ആണ്. അതേപോലെ തന്നെ അടുത്ത വാല്യൂ എന്ന് പറയുമ്പോൾ C30 വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കുക, അതൊരു ഗ്രിഡ് സൈസ് ആണ്. റഫ് മുതൽ ഫൈൻ വരെ 10 മുതൽ 600 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ റഫ് മുതൽ ലാസ്റ്റ് എത്തുമ്പോൾ ഫൈൻ ആവും അല്ലെ. ഫസ്റ്റ് 10 റേഞ്ചിൽ വരുന്നത് റഫ് ആയിരിക്കും, 30 വരെ ആകുമ്പോൾ കോഴ്സ് ആയി, 70 വരെ ആകുമ്പോൾ മീഡിയം ആയി, മീഡിയത്തിന്റെ മുകളിൽ 70 മുകളിലോട്ട് വരുന്നത് ഫൈൻ ആയി, അതിന്റെ ഒരു സൈസ്. പിന്നെ അടുത്ത ഒരു L എന്ന് പറഞ്ഞ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. L എന്ന് പറഞ്ഞ ലെറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് A മുതൽ Z വരെയാണ്. A ആകുമ്പോൾ ഏറ്റവും സോഫ്റ്റ് ആണ്, അവിടെ താഴോട്ട് പോയി Z ആകുമ്പോൾ എന്തായി, D ആയി, ഹാർഡായിട്ട് മാറി കേട്ടോ. A മുതൽ Z എത്തുമ്പോൾ ഹാർഡായിട്ട് മാറി. ഇത് ലാസ്റ്റ് സ്ട്രക്ചർ, അതേപോലെ തന്നെ ബോണ്ട് ടൈപ്പ്, ഏത് ടൈപ്പ് ബോണ്ടാണ്, റെസിനോയിഡ് ബോണ്ടാണോ, ഷെല്ലാക്കാണോ, മെറ്റലാണോ, റബ്ബറാണോ, വെർട്ടിഫൈഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഓരോ ബോണ്ടുകളും ലാസ്റ്റ് ഒരു കോഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഗ്രൈൻഡിങ് വീലിന്റെ ഒരു കോഡാണ്, നമ്മളതിന് ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഗ്രേഡിംഗ് ആണ്. ആ ഗ്രേഡിങ് എന്താണെന്നുള്ള കറക്റ്റ് അറിഞ്ഞിരിക്കണം, അപ്പോഴാണ് നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റുക. അപ്പൊ ഇവിടെ C70 G7 R23 എന്ന് പറയുന്നതിൽ C എന്ന് പറയുന്നത് എന്താണ്, സിലിക്കൺ കാർബൈഡ്. C സ്റ്റാൻഡ്സ് ഫോർ കാർബൈഡ് കൊടുക്കുക, A സ്റ്റാൻഡ്സ് ഫോർ അലുമിനിയം ഓക്സൈഡ് കൊടുക്കുക, CBN ആണ് ക്യൂബിക് ബോറോൺ നൈട്രേറ്റ് ആണെങ്കിൽ വരിക, ഡയമണ്ടിന് നമ്മൾ D കൊടുക്കും. അപ്പോൾ ഇതിന് മാത്രം C ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് പഠിച്ചു വെക്കാം കേട്ടോ. അലുമിനിയം ഓക്സൈഡിന് A ആണ്, ക്യൂബിക് ബോറോൺ നൈട്രേറ്റിന് CBN ആണ്, ഡയമണ്ടിന് D ആണ്, സിലിക്കൺ കാർബൈഡിന് S അല്ല C ആണെന്ന് മനസ്സിലാക്കുക. കാർബൈഡ് എന്നുള്ളത് ചിന്തിച്ചാൽ മതി. അപ്പോൾ C ആണെന്ന് മനസ്സിലാക്കുക. അതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് D ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തത് കട്ടിംഗ് ടൂൾസും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻസും ആണ്. അപ്പോൾ മൂന്നാമത്തെ മൊഡ്യൂളിലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, കുറച്ചധികം നല്ല ക്വസ്റ്റ്യൻസ് വന്ന എക്സാം ആയിരുന്നു കഴിഞ്ഞ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി അടുത്ത ഒരു മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാം, മൊഡ്യൂളിലത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഓൾറെഡി പഠിച്ചു തുടങ്ങാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഫിറ്ററിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8089200474 എന്നുള്ള ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്